രാജ്യത്തെ GST സംവിധാനത്തിന്റെ 7ാം വാർഷികം മുതൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വിലക്കുറവ് വരെ ശ്രദ്ധേയമായ വാർത്തകളും തീരുമാനങ്ങളും നിറഞ്ഞതായിരുന്നു രാഷ്ട്രത്തെ സംബന്ധിച്ച് കഴിഞ്ഞയാഴ്ച. ഇന്ത്യയുടെ ഉൽപാദന രംഗം തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന് സർവേ റിപ്പോർട്ട്. ഉൽപ്പന്നങ്ങളുടെ വർദ്ധിച്ച ആവശ്യകതയാണ് ഉൽപാദന രംഗത്തെ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയതെന്ന് HSBC ഫൈനൽ ഇന്ത്യ മാനുഫാക്ചറിംഗ് PMI റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഉൽപാദന രംഗം ജൂണിൽ 58.3 വളർച്ച രേഖപ്പെടുത്തി. മെയ് മാസത്തിൽ 57.5 ആയിരുന്നു ഇത്. ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങളുടെ ആവശ്യകത ഉൽപാദന രംഗത്തെ വളർച്ചയിലെ പ്രധാന ഘടകമാണ്. പൊതു അടിസ്ഥാന സൌകര്യ മേഖലയിലാണ് കൂടുതൽ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതെന്ന് റിപ്പോർട്ട് പറയുന്നു. ഇതിന്റെ ഫലമായി 19 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന തൊഴിൽ നിയമനത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. രാജ്യത്ത് GST സംവിധാനം നിലവിൽ വന്നിട്ട് 7 വർഷം പൂർത്തിയായി. 2017 ജൂലൈ 1 GST പ്രാബല്യത്തിൽ വന്നത്. GSTയുടെ ഫലമായി ഗാർഹിക വസ്തുക്കളുടെ വില കുറയുക വഴി കുടുംബങ്ങൾക്ക് ആശ്വാസമേകിയതായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ഗാർഹിക വസ്തുക്കളുടെ വില കുറയാനും നികുതിയുടെ കാര്യത്തിൽ ബിസിനസ്സുകൾക്കിടയിൽ കൃത്യതയും വിശാലമായ നികുതി അടിത്തറയും ഇതുവഴി ഉണ്ടായിട്ടുണ്ട്. GST നികുതിദായകരുടെ എണ്ണം 2018 ഏപ്രിലിലെ 1.05 കോടിയിൽ നിന്ന് 2024 ഏപ്രിലിൽ 1.46 കോടിയായി ഉയർന്നു. പാക്ക് ചെയ്യാത്ത ഗോതമ്പ്, അരി, തൈര്, ലസ്സി തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ നികുതി GST നടപ്പാക്കിയതിനു ശേഷം ഇല്ലാതായത് ഇതിന് മികച്ച ഉദാഹരണമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. GST നടപ്പാക്കുന്നതിന് മുമ്പ് 2.5% മുതൽ 4% വരെയായിരുന്നു ഇവയുടെ നികുതി. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ, വാച്ചുകൾ, ഫർണിച്ചറുകൾ, മെത്തകൾ എന്നിവയ്ക്ക് GSTക്ക് മുമ്പുള്ള കാലഘട്ടത്തേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് ഇപ്പോൾ നികുതി ചുമത്തുന്നത്. GST നടപ്പാക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ 31.3% നികുതി ഈടാക്കിയിരുന്ന മൊബൈൽ ഫോണുകൾ, TV, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ, ഇലക്ട്രിക് ഉപകരണങ്ങൾ തുടങ്ങിയ ഇനങ്ങൾ പോലും ഇപ്പോൾ 18% GST സ്ലാബിലാണ് വരുന്നത്. രാജ്യത്ത് ശരാശരി പ്രതിദിന UPI ഇടപാടുകളിൽ വൻ വർധന. ഈ വർഷം മെയ് മാസം 45.3 കോടിയായിരുന്ന UPI ഇടപാട് ജൂണിൽ 46.3 കോടിയായി ഉയർന്നു. പ്രതിദിന ഇടപാടുകളുടെ ശരാശരി മൂല്യം 66,903 കോടി രൂപ രേഖപ്പെടുത്തി. മെയിൽ 65,966 കോടി രൂപയായിരുന്നു ഇത്. അതേസമയം മെയ് മാസം 1,404 കോടിയായിരുന്നു മൊത്തം ഇടപാടുകളെങ്കിൽ ജൂണിൽ ഇത് 1,389 കോടിയായി കുറഞ്ഞു. മെയ് മാസം 31 ദിവസങ്ങൾ ലഭിച്ചപ്പോൾ ജൂണിൽ ഇത് 30 കുറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചത്. വാർഷിക കണക്കനുസരിച്ച് ഇടപാടുകളുടെ എണ്ണത്തിൽ 49% വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. മൂലധന വിപണികളിലെ നിക്ഷേപങ്ങൾക്ക് UPIയുടെ ഉപയോഗത്തിലും ഗണ്യമായ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ ഇടപാടുകളിൽ രാജ്യത്തുണ്ടായ വലിയ പരിവർത്തനത്തിന് പിന്നാലെ വിവിധ വിദേശ രാജ്യങ്ങളിലും UPI സംവിധാനം ജനകീയമാക്കാൻ ഒരുങ്ങുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതിന്റെ ഭാഗമായി ASEAN രാജ്യങ്ങളുമായി RBI കരാറിൽ ഒപ്പിട്ടു. സിംഗപ്പൂരിലും UAEയിലും ഏതാനും വടക്കേ ആഫ്രിക്കൻ രാജ്യങ്ങളിലും UPI ഇതിനകം സജീവമാണ്. രാജ്യാന്തര റീറ്റെയിൽ ഡിജിറ്റൽ പേയ്മെന്റുകൾക്കായുള്ള പ്രോജക്ട് നെക്സസ് സംരംഭത്തിലും RBI ഭാഗമാണ്. കഴിഞ്ഞ 9 വർഷത്തിനിടെ രാജ്യത്ത് 12 കോടി ടോയ്ലറ്റുകൾ നിർമ്മിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഡൽഹിയിലെ ശാസ്ത്രി ഭവനിൽ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന്റെ സ്വച്ഛതാ പക്വാഡ 2024 ക്യാമ്പയിന് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വച്ഛതാ അഭിയാൻ രാജ്യത്തെ ഏറ്റവും പരിവർത്തിത ക്യാമ്പയിനാണെന്നും ജനങ്ങളുടെ ചിന്താഗതിയിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ ക്യാമ്പയിന് സാധിച്ചതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ന് രാജ്യത്ത് 95% വാർഡുകളും 100% വീടുതോറുമുള്ള മാലിന്യശേഖരണം ഉറപ്പാക്കുന്നു. നഗരപ്രദേശങ്ങളിലെ ഖരമാലിന്യ സംസ്കരണം ഇപ്പോൾ 77%ആണെന്നും ഹർദീപ് സിംഗ് പുരി പറഞ്ഞു.
കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വില വീണ്ടും കുറച്ചു. പുതുക്കിയ നിരക്കനുസരിച്ച് കൊൽക്കത്തയിൽ 19 കിലോ LPG സിലിണ്ടറിന് 1756 രൂപയാണ്. കഴിഞ്ഞ മാസം ഇത് 1787 രൂപയായിരുന്നു. മുംബൈയിൽ 1629 രൂപയിൽ നിന്ന് 1598 രൂപയായും ചെന്നൈയിൽ 1840 രൂപയിൽ നിന്ന് 1809 രൂപയായും വില കുറഞ്ഞു. ഭക്ഷ്യ ഹോസ്പിറ്റാലിറ്റി അടക്കമുള്ള വ്യവസായങ്ങൾക്ക് പിന്തുണ നൽകുന്നത് ലക്ഷ്യമിട്ടുള്ളതാണ് തീരുമാനം.